മനോവിഷമത്തിലകപ്പെട്ട ഒരാൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. ഒരല്പം ദീർഘമാണെങ്കിലും നമ്മൾക്ക് ഉണ്ടാകുന്ന മനോവിഷമ സമയത്ത് ആ പ്രാർത്ഥന വളരെ ഉപകരിക്കും. അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വബ്നു അബ്ദിക് വബ്നു അമതിക് നാസിയതി ബിയദിക് മാലിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖലാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അൻസൽതഹു അഹദൻ മിൻ ഖൽഖിക് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിശുദ്ധ അള്ളാഹുവിനെ ആദ്യം മഹത്വപ്പെടുത്താണ് പ്രാർത്ഥന. അല്ലാഹുമ്മ അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക, ഞാൻ നിൻ്റെ ഒരു അടിമയാണ്, നിൻ്റെ അടിമൻ്റെ മോനാണ്, നിൻ്റെ അടിയാത്തിയുടെ മോനാണ്. നാസുയത്തി ബിയദിക, എൻ്റെ മൂർധാവ് അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ നിൻ്റെ അരികിലാണ്. മാലിൻ ഫിയ ഹുക്കുമുക്ക അദുലുൻ ഫിയ ഖലാഉക, നീ എന്ത് വിധിച്ചാലും എന്നിൽ നീ എന്ത് വിധിച്ചാലും അത് നീതിയാണ്. നിൻ്റെ വിധി എന്നിൽ അത് നീതിയോടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്ക് എത്ര നാമങ്ങളുണ്ടോ ആ നാമങ്ങൾ വെച്ച് ആ നാമങ്ങൾ കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു. ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക, ആ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ നീ നിനക്കിട്ട നാമങ്ങളാണ്. നീ നിൻ്റെ മനുഷ്യരെ പഠിപ്പിച്ച നാമങ്ങൾ, നിൻ്റെ കിതാബിൽ അവതരിപ്പിച്ച നാമങ്ങൾ. ഇനി അവിസ്തഅ്തർത ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നിൻ്റെ അടുത്ത് ആർക്കും പറഞ്ഞു കൊടുക്കാതെ നീ വാത്തുവച്ച എത്ര നാമങ്ങളുണ്ടോ അതൊക്കെ വെച്ച് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് ആ പ്രാർത്ഥന അവസാനം കാണാം, അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. വിശുദ്ധ ഖുർആൻ നമുക്ക് എന്താകണം എന്നതാണ് ആ പ്രാർത്ഥന അവസാനം. അൻ തജ്അലൽ ഖുർആൻ, ഖുർആനിനെ അല്ലാഹുവിനെ എനിക്ക് ആക്കണമേ. റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ. വനൂറ സ്വദ്രി, എൻ്റെ ഹൃദയത്തിന് വെളിച്ചമാക്കണമേ. വദഹാബ ഹമ്മി, എൻ്റെ മനോവിഷമങ്ങൾ നീക്കുന്നതാക്കണേ. വജലാ ഹുസ്നി, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നതാക്കണേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ അവലംബിക്കാനുള്ളത് വിശുദ്ധ ഖുർആനാണ്. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഈ പ്രാർത്ഥന ഞങ്ങളൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞത് ഇത് കേട്ടവരൊക്കെ പഠിക്കണമെന്നാണ്. ചില പ്രാർത്ഥനകളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞ പ്രത്യേകതയിൽ ഒന്നതാണ് ഈ പ്രാർത്ഥന ഒരാൾ എവിടെ വെച്ച് കേട്ടോ അവനത് പഠിക്കണം. നമ്മളെന്ത് ചെയ്യണം? അത് പഠിക്കണം. മനോവിഷമ സമയത്ത് ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ അള്ളാഹു അവൻ്റെ വിഷമം മാറ്റി സമാധാനം ഇട്ട് കൊടുക്കുന്നതാണ്.